നിങ്ങളിത് കണ്ടാൽ മനസ്സിലാവും ശരിക്കും യൂട്യൂബർമാർ ഇവരെ ഹെൽപ്പ് ചെയ്യുകയല്ലേ ചെയ്തത്. കാരണം ഒരുപാട് രേണുസുതിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പലരും എടുത്തിട്ടുണ്ട്. പക്ഷെ അറിയാത്ത ആൾക്കാരോട് അറിഞ്ഞ് അവർക്ക് അവരുടെ കസ്റ്റമർ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതായി മാറി എന്നുള്ളതാണ് ശരിക്കും എനിക്ക് ഇപ്പൊ 2 ദിവസമായി നടന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടോണ്ടിരിക്കടാ, ഞാൻ അവർക്ക് ശരിക്കും ഒരു പ്രശ്നവും ഇട്ടോണ്ടിരിക്കും. ഇങ്ങനൊരു സംഭവം ചെയ്തതിൽ അവർക്കൊരു പ്രശ്നവുമില്ല. അവരുടെ ജീവിതത്തെയോ അവർ പറയാനുള്ള റീൽസൊക്കെ അവർ നിർത്തി അവർക്ക് ഫൈൻ അടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാതാ. ശരിക്കും അവർക്ക് അവരുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ അതേപോലെയുള്ള അവരുടെ ബാക്കിയുള്ളവർ ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഏത് ചെയ്താലും അതിനൊക്കെ പ്രൊമോഷനാണ് ഈ ഇപ്പോഴത്തെ യൂട്യൂബർമാർ ചെയ്തു കൊടുത്തത്. അവർ ചോദിച്ച് അവരും പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ശരിക്കും അവർക്ക് ഈ രേണുസുതിയുടെ വളർച്ചയുടെ ഒരു ഭാഗമായി മാറിയെന്ന് വേണം പറയാൻ. അല്ലാതെ ഒരിക്കലും അവരെ തളർത്താനായിട്ട് ഇവർക്ക് ആർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് പറയുക. കാരണം അവർ പൂർവാധിക ശക്തിയോടുകൂടെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് ഇനി ഇതേപോലുള്ള വീഡിയോകൾ ഇട്ടാലും അതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് പോവുകയുള്ളൂ. ശരിക്കും അതൊരു നല്ലൊരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരെ വളർച്ചയും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കുറേ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ അത് മനസ്സിലാക്കി എന്നോണം പറയാം. ശരിക്കും ഇതിങ്ങി കയറി കാണാൻ അവർക്കൂടെ ഒരു പ്രചോദനം ഈ ബാക്കിയുള്ള ആൾക്കാർ ഉണ്ടാക്കി കൊടുത്തെന്ന് വേണം പറയാം. അല്ലാതെ ഇത് കണ്ടിട്ട് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല.